ഹായ് എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. സ്വാഗതം സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ആഘോഷങ്ങളില്ലാത്ത പ്രാവശ്യം ഞങ്ങൾ എങ്ങോട്ടും പോയില്ല. നമ്മളെ സ്കൂളിൽ കൂടി പോയില്ല. നമ്മൾ പാലക്കോട് സ്കൂളില് പിന്നെ ഇത് അങ്കലവാടി, ഇതാണ് ഇവിടെ അത് പൊളിഞ്ഞടക്കാണ്. പൊളിഞ്ഞടക്കല്ല, അത് വേറൊരു ബിൽഡിംഗ് മാറ്റിയാണ്. പക്ഷെ അവിടേക്കും പോകാൻ പറ്റിയില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയെന്നു എന്നോട് നമ്മള് കമ്മ്യൂണിറ്റി ഇട്ടിരുന്നു. അപ്പോൾ ചോദിച്ചിരുന്നു എന്താ നമ്മളെ സ്കൂളിലേക്ക് പോകാനെന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. ഒന്ന് വേറെ കുറച്ച് സ്വീപ്പിൽ പെട്ടത് കാരണം പോകാൻ പറ്റില്ല. അത് കട്ടായിക്കാം. അപ്പോൾ ഇന്ന് അമ്മ വന്നിട്ടില്ല. അമ്മ ഒരു 2 ആഴ്ചയും കൂടി കഴിഞ്ഞിട്ടേ വരുള്ളൂ. 2 ആഴ്ച ചിലപ്പോ 2 ദിവസം കഴിഞ്ഞ എന്നെ നേരത്തെ വിളിച്ചിരുന്നു. ഞാൻ ഇവിടുന്ന് വിളിച്ചു. അപ്പോൾ നാളെ മറ്റന്നാൾ ചിലപ്പോ ഇങ്ങോട്ട് വരും. അല്ലെങ്കിൽ നാളെ ഞങ്ങൾ അങ്ങോട്ട് പോകും. അപ്പോൾ കുറച്ച് ദൂരമുള്ളൂ. പക്ഷെ ചേച്ചീൻ്റെ ഇത് 14 ദിവസം കൂടി ഉണ്ട് കഴിഞ്ഞിട്ട് അതോളം ഇങ്ങോട്ട് നിൽക്കും. എന്നിട്ടൊന്ന് റെഡി ആയിട്ട് ഒരാളുടെ പരിപാടിയാണ്. അപ്പം അമ്മയ്ക്ക് ഇതൊന്നും വീടൊന്നും കാണാനായിട്ട് അവിടെ ഒരു നിക്കപ്പുറത്തി ഇല്ല. നിക്കപ്പുറത്തി എന്താ പറയുക, നിക്കപ്പുറത്തി പറഞ്ഞാൽ ഒരു സമാധാനമല്ല, സമാധാനക്കേട് അറിയില്ല. അതാണ് ഞങ്ങൾ നിക്കപ്പുറത്തി അറിയട്ടോ. പോയോടത്തും ഒരു സമാധാനമല്ല. കാരണം ഇവിടെ എന്തായി പണി നടക്കുന്നുണ്ടോ, ഞങ്ങളുടെ അടുത്തുനിന്ന് അങ്ങനെ പോവാത്തല്ലേ. അപ്പോൾ ആ ഒരു ബേജാറ്, അതാണ് എന്താണ് നിക്കപ്പുറത്തി. നമുക്ക് കുക്കിംഗ് ഒന്നുമില്ല. എന്നിപ്പോ എന്താ കാണിച്ചു തരാം. ഈ മുരിങ്ങേന്റെ താളിപ്പ്, പിന്നെ മുരിങ്ങേന്റെ തിന്നാനും പാടില്ല. അപ്പൊ പിന്നെ അതും കാട്ടാനില്ല. പിന്നെ ഒന്നും പണിക്കാരൊന്നും ഇല്ലേന്നു കേട്ടോ. നമ്മളെ വയറിങ് കംപ്ലീറ്റ് ആയി പറഞ്ഞില്ലേ. പിന്നെ ഇനി ബാക്കി പണിയാണ് തുടങ്ങാനുള്ള. ബാക്കി പണിയാണ് തേപ്പ്. അത് പിന്നെ നമ്മള് വിചാരിക്കുമ്പോഴല്ല, എപ്പോഴാണെന്ന് അറിയില്ല. വരുമ്പോ തുടങ്ങും. എപ്പോഴാ അറിയില്ല. നമ്മള് ഹിന്ദിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു തുടങ്ങാന്ന് പറഞ്ഞിട്ട് അവർക്ക് വേറെ പണി ആയപ്പോ പിന്നെ അത് കഴിഞ്ഞിട്ടാവും ഇങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലിരുന്നപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ വിശേഷം എടുക്കണ്ടെന്ന്, ഇങ്ങനെ വിശേഷം എടുക്കണ്ടെന്നല്ല, നമ്മൾ എന്താ ഉണ്ടാക്കുക എന്നൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ. നമുക്ക് എപ്പോഴൊന്നും ഉണ്ടാക്കാൻ കിട്ടൂലല്ലോ. പിന്നെ ഇന്ന് ഇതേമാതിരി വാട്സാപ്പിൽ പറഞ്ഞിട്ട് യൂസ്ഫാക്കാന്ന് ചിത്തറിൽ തിരിച്ചു പോകുന്ന അവിടെ എന്തെങ്കിലും നമ്മളെ വിശേഷത്തിന് പറഞ്ഞിട്ടാൽ മതി. ഒന്നും ഇടാതെ നിൽക്കരുത്. എന്നും 7 മണിക്ക് കാത്തിരിക്കുകയാണ്. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമല്ലേ. അപ്പൊ എന്താ പറയുക, നമ്മളെ വീടിന്റെ അടുത്താണ്, നമ്മള് പുതിയ വീടിന്റെ അടുത്തേ. പുതിയ വീടിനെ കുറിച്ച് അറിയാത്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ എന്നാ ഞങ്ങൾ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നിന്ന് വരുന്നതാണ്. അപ്പൊ വരുമ്പോ ഞങ്ങൾക്കൊരു സന്തോഷം, കാരണം ഞങ്ങൾക്കൊരു സന്തോഷം. ഞങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അവന്റെ വീടുണ്ടാകുമ്പോ പോവാൻ തോന്നൂലല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. പുതിയ അറിയാത്ത ആൾക്കാർക്ക് സമയം 5 ആയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഈ നേരത്തെ എന്നും ഭയങ്കര മഴ ഉണ്ടാവണതാണ്. ഇന്ന് മഴയൊന്നുമില്ല. കൊറേ ദിവസമായി കണ്ടിട്ട്. മോൾട്ടിക്ക് കണ്ടോ? മോൾട്ടി കുഞ്ഞുങ്ങൾക്കൊക്കെ കാണാം. ആ കുട്ടിയമ്മ ഇന്റെ മാക്സ് ഒരുപോലെ ഉണ്ടല്ലേ പുള്ളി. നിങ്ങള് തൊഴിലുറപ്പിനായാ? നമ്മളെ ചെറിയമ്മ കേട്ടോ. ഒന്ന് എടുത്തേക്ക് കാണിച്ചിട്ട്. ഇതാണ് നമ്മളെ ചെറിയമ്മ കേട്ടോ. വഴി അടഞ്ഞോണ്ട് ഭയങ്കര പ്രശ്നമായി. റേഷൻ കൂടെ ഒന്ന് എടുത്തുണ്ട്. അടി ചാടി അവിടെ എടുത്തുണ്ട് ഉള്ളില്. ആ ചാക്കൊക്കെ എടുത്തേക്കണം. ഇല്ല, രസമല്ല. അതിന്റെ ഉള്ളിലൊന്നുമില്ല. പക്ഷെ കുട്ടിയമ്മ എല്ലാ വർഷവും അത് അത്ര ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല അല്ലേ. ചിലപ്പോ നല്ലതാവും. പോയി അത് അതിന് നിറഞ്ഞു നിൽക്കുന്നത്. ഈ മൂത്രപ്പഴുപ്പിനെ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ വെള്ളം കലക്കി കുടിച്ച പെട്ടെന്ന് മാറും. നല്ല സുഖാണ്, ഒരു ആശ്വാസാണ് അല്ലേ. ചില പരിചയണ്ട്. അതൊക്കെ എടുത്ത് കളയണം. അവിടുന്ന് എടുത്ത് കത്തിക്കല്ലേ എന്താ ചെയ്യണം. അത് ഒഴിവാക്കണം കുട്ടിയമ്മ. കത്തിക്കണേ നോക്കിയാലുണ്ടോക്കി ഒക്കെ മുറിച്ചാണ്. ഇല്ലാത്ത ഇട്ടറില്ല. അറിയില്ല. അല്ലെങ്കിൽ തന്നെ കത്തിച്ച് ഒഴിവാക്കി, അല്ലെങ്കിൽ വേസ്റ്റാക്കി കൊടുക്കുക. എവിടെ കുട്ടിയോ മഞ്ഞ് വെക്കാൻ സ്ഥലം തങ്കേച്ചി. അപ്പൊ നമ്മളെ വീടിന്റെ പുതിയ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും എല്ലാവർക്കും നമ്മളെ വീടിന്റെ ഹോം ടൂർ ഒന്ന് കാണിച്ചാൽ ചെറുതായിട്ട്. ഞാൻ ഇവിടെ തന്നെ കാണിക്കട്ടെ. ഫസ്റ്റ് അപ്പൂസിന് അലർജി ആയിട്ടൊന്ന് എന്തെങ്കിലും ഒന്നും പറയാണ്ടാവും. അവിടെ ഒന്ന് മൂത്രക്കടച്ചിലായിട്ട് കിടക്കുന്നു. ഇപ്പൊ നീച്ചതാണ്. നമ്മളെ തെങ്ങ് പോയില്ലേ ഫസ്റ്റ് തന്നെ. അപ്പൂസ തെങ്ങ് വെട്ടിക്കൊണ്ടിട്ടൊക്കെ അവിടെ ഇപ്പൊ കൊറേ മാറ്റണം. ഞാൻ കൊറേ നേരമായി കൊറേ കൂടെ അടിച്ചൊരു ഒക്കെ സെറ്റാക്കിണ്ട്. അപ്പൊ ഞാൻ ഇവിടെ തന്നെ കാണിച്ചു തരാം. ഇത് നമ്മൾ അടുക്കള സിറ്റ് ഔട്ടും തുടങ്ങാം. അതാവുമ്പോ പുതിയ ആൾക്കാർക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവും ഇങ്ങനെ കാണുമ്പോഴേ അല്ലേ. അപ്പൊ പുറത്തേക്ക് പോവാ. ഒന്ന് കയറിയടാ, ഒന്ന് കയറി. കോമഡി പറയാ. ഞാൻ പരസ്യൊക്കെ അപ്പുന്നെ അടിച്ചുവിടും ഇവിടുത്തെ. എന്താ നമ്മളെ മുരിങ്ങ ഇട്ടത്, നമ്മള് പൊട്ടിക്കണം മുരിങ്ങ. അപ്പൊ നമ്മള് മുരിങ്ങ എടുക്കണില്ല.
മുരിങ്ങ കൂട്ടാൻ പറ്റാത്തോണ്ട് അപ്പൊ എന്തിനാ കൂട്ടരുത് പറഞ്ഞേ യൂറിക് ആസിഡോ അപ്പൊ നമ്മളെ വീടിന്റെ മുൻവശാണ് ഇട്ടാ കാണുന്നത് എന്താ വയറിംഗ് ഒക്കെ ചെയ്ത് പൈപ്പൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് ഇങ്ങനൊക്കെ ഇതിൽ കാണുമ്പോ നല്ല വലിപ്പുണ്ട് എന്താ അല്ലല്ലേ എല്ലാരും പറയുന്നത് വലിപ്പുണ്ട് 850 ഇത് പഴയ മോഡലാണ് ഈ എന്ത് ഈ ജനവാതില് അത് കൊറേ ആൾ കമന്റ് അന്ന് തന്നെ പറഞ്ഞിരുന്നു എന്താ അത് പഴയ മോഡലാണ് പിന്നെ നമ്മളങ്ങനെ പറഞ്ഞു നമ്മളാദ്യം തന്നെ നമുക്ക് മനസ്സിൽ പുതിയ വീടുകൾ കാണുമ്പോ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് അത് പിന്നെ മനസ്സിൽ മാറ്റാതെ കണ്ടതായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ തന്നെ ആക്കിയതാട്ടോ നമ്മളെ വീട് അറിയുമ്പോ നമുക്ക് മനസ്സിൽ വെച്ച ഒരു സങ്കല്പം നമ്മളെ വീടുകളിൽ ഇപ്പൊ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ മാറ്റിയില്ല കേട്ടോ എന്നാലും രസമുണ്ട് പറഞ്ഞു എല്ലാരും നമ്മളെ കുട്ടുമലക്കൊന്നും കൊണ്ടുപോയില്ല ഇവിടെ കണ്ടില്ല അവിടെ രണ്ട് ജനവാതിൽ സിറ്റൗട്ടിക്ക് കയറാൻ നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്ത് സ്റ്റെപ്പ് ഇങ്ങനെ നീണ്ടിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ആവശ്യം നമുക്ക് ഇവിടെ എല്ലാരും വരുമ്പോഴേ ഇങ്ങനെ നിരത്തി നമ്മളെ കുടിരിക്കലിനല്ലേ നമ്മളെ കാണാൻ വരുന്ന ആൾക്കാരെല്ലാരും നമ്മളെ ഫാമിലിക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്ക അങ്ങനെ ഇരിക്ക കൊറേ സ്ഥലം ഉണ്ട് കേട്ടോ ഹാളിലും കത്തിന്റെ പൂസയുടെ കല്ലിനേക്കാട് വലിയൊരു ആയുധല്ല അപ്പൊ ആട്ടി കടിക്കാൻ വാങ്ങി എവിടെ കത്തി അപ്പൊ നമ്മളെ ഹാള് കണ്ടില്ലേ അങ്ങനൊന്നും കാട്ടല്ലേ അയ്യോ ഫുള്ള് അങ്ങനെ കുത്തി പൊട്ടിക്ക അത് പൊളി കുറച്ചിങ്ങോട്ടെ എന്റെ ഞങ്ങളെ പഴക്കല്ലേ സ്റ്റെപ്പ് കണ്ടില്ല കൈ കഴിക്കുന്നുണ്ട് അടിപൊളി റേഷൻ കൂട്ട് അത് മുകളിൽ കാണിച്ചില്ല അവിടെ ഉണ്ടാവും ചിലപ്പോ ഇപ്പൊ ഇതാണ് നമ്മളെ ഹാള് പെയിന്റിങ് എന്താ പെയിന്റിങ് എന്ന് പറയുന്നത് നമ്മളതിന്റെ വർക്കൊക്കെ കഴിഞ്ഞു വയറിങ്ങിന്റെ ഫുള്ള് പണി കഴിഞ്ഞു ഇന്നലെ കഴിഞ്ഞു പിന്നെ കൊറേ വട്ടം കണ്ടന്റെ ആൾക്കാർ എന്നാലും കാണിച്ചു തരട്ടോ നമുക്കൊരു സന്തോഷല്ലേ കണ്ടാലും പൂതി മാറൂലല്ലോ അപ്പൊ കാരണം എത്രയോ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് കിട്ടിയത് വീടാണ് ഭയങ്കര ഷൂട്ടാണ് മരൊക്കെ മുറിച്ച് ഒഴിവാക്കിയോടെ ഞാൻ അവിടുന്ന് ഇങ്ങനെ നല്ലൊരു ഇതാവും നമ്മളെ വീടാണ് നമ്മളെ റൂമാട്ടത് ഒരു റൂം ഇത് ഉള്ളിലേക്ക് പുറത്തേക്ക് നോക്കിയത് നല്ല അന്തരീക്ഷം കാട് ഇത് റൂം അങ്ങനെ 2 റൂം ആട്ടോ 2 ബെഡ്റൂം അതിന്റെ നടുവില് ചെറിയൊരു പൂജ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് നമ്മളെ പ്രാർത്ഥന മുടക്കാൻ പറ്റൂല പിന്നെ നമ്മളെ കോണിയാണ് കോണിയുടെ ഉള്ളില് ഇവിടെ ബാത്റൂമിനുള്ള സെറ്റപ്പ് ഒക്കെ റെഡി ആക്കിണ്ട് കഴിഞ്ഞിട്ട് പണിയൊക്കെ ഇനി തേപ്പ് തുടങ്ങിയാൽ മതി അടിയിട്ടിട്ട് ഒക്കെ നടക്കൂല എത്രയായില്ലേ അടുക്കള എന്ന് പറഞ്ഞാല് നമ്മളെ അടുക്കള അപ്പൊ അമ്മ പ്ലാൻ മാറ്റി അമ്മയ്ക്ക് ഒരു ഇതായപ്പോ അപ്പൊ ഇനി പുറത്തേക്ക് അടുക്കള എടുക്കും അത് തൽക്കാലം നമുക്ക് ഇതാണ് ശരിക്കും നിർബന്ധം അമ്മയ്ക്കും വേണം ഇതുവരെയായിട്ട് വാഷ് ഫേസ് അല്ല സിങ്ക് ഇതുവരെ അങ്ങനെ ഒരു സംഭവം നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ അമ്മയ്ക്ക് അത് ഭയങ്കര എന്തില്ലെങ്കിലും നമുക്കൊരു കൈ കഴുകാനും അല്ലെങ്കിൽ പാത്രം കഴുകാനും ഒരു ചെറിയൊരു സൗകര്യം അങ്ങനെ പൂതി വെച്ചേന്നു കേട്ടോ സില്ലേച്ചിനോടൊക്കെ പോയാൽ പാത്രം കഴുകാനും അതിനൊക്കെ ഒരു ഇഷ്ടമാണ് വെച്ചാല് ഒരു പൈപ്പ് തിരിച്ചിങ്ങനെ കഴുകാൻ ഒരു സുഖം മറ്റത് ഞങ്ങൾ ആ തൊടിയിൽ തെങ്ങിലോട്ട് കൊണ്ടുപോയി ഇങ്ങനെ കഴുകലല്ലേന്നോ അപ്പൊ അങ്ങനെ ഒരു ഏറെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സംഭവം സെറ്റായി തൽക്കാലം ഇവിടെ ഗ്യാസ് വെക്കാം പാല് അച്ചാനൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് അടുക്കള പുറത്തേക്ക് എടുക്കാം അപ്പൊ ഞങ്ങള് ഇത് തേക്കാതെ ഒന്നും വാതിൽ വെച്ച് വരണമെന്നായിരുന്നു പരിപാടി നമ്മളെ അസുഖം കാരണം അല്ലാതെ കാരണം തേപ്പിനുള്ളത് നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ തേക്കാനുള്ള പരിപാടി ഉണ്ട് തേച്ചിട്ട് ജനലും പോളി അടി ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല അത് പിന്നീട് ഈ പൊടി അമർന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് എല്ലാവരും അഭിപ്രായം കാരണം ഇങ്ങനത്തെ ആൾക്കാരാകുമ്പോ നമുക്ക് അതൊക്കെ ആയിട്ട് വരിക നല്ലത് എടുത്താലും ഇവിടെ നിന്നപ്പോ എന്തൊരു സുഖല്ലേ ഫുള്ള് കാണാല്ലേ നമ്മളെ ടൗണുകള് പാലക്കാട് ഏരിയ അല്ലേ ഫുള്ള് കാണാം ഏമുണ്ടോ സാധനം
ഇത് കൂടെ എന്തോ ഇഷ്ടീനെ കെട്ടുണ്ട് പറഞ്ഞിട്ട് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. ഇങ്ങനെ വെക്കുന്നുണ്ട് അല്ലേ, ഓരോന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അറിയില്ല കേട്ടോ, വെക്കുമ്പോൾ കാണാം. ആ മഴക്കാലം കയറുന്നുണ്ട്, രാത്രിക്ക് മഴ ഉണ്ടോന്നു ഫാഷൻ ഫ്രൂട്ട് ഉണ്ടാവുന്നു. നിങ്ങൾ തന്നെ പറക്കല സുഖക്ഷയൊക്കെ ചെറുതായി പോയിട്ടുണ്ട്. വേണ്ട 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 താഴത്തേക്ക് നോക്ക്. അല്ല അങ്ങനെ നോക്കാനല്ല പറഞ്ഞേ, നിങ്ങളുടെ സാരി വെക്കുമ്പോൾ ശ്രദ്ധിക്കുന്നു. ഇപ്പൊ ഇതാണ് നമ്മളെ വലിയ സ്വർഗം. ചെറുതല്ല, വലിയ സ്വർഗം. കിട്ടൂല കണ്ടോ, നമ്മളെ വീടിന്റെ ചുറ്റുഭാഗം വീടാണ്, ചുറ്റുഭാഗം നല്ല ആൾക്കാരാണ്. അല്ല എല്ലായിടത്തും നല്ലതാ. എന്താ നമ്മളെ അമ്പലം അമ്പലം പറഞ്ഞ കുടുംബക്ഷേത്രം. ആരെ കുഴപ്പമില്ല. നിങ്ങൾ ഇന്നലെ പോയില്ലേ, ഇന്ന് ചെയ്യണ അവിടെ നിൽക്കാം. തുഞ്ചത്തേക്കല്ലേ ആകങ്ങിട്ടല്ലേ നേരമ്പൊക്കെ ഇങ്ങനെ പൊന്തിക്കല്ലേ. ആ വീട്ടിലത്തെ ആൾക്കാരെ വന്നല്ലേ, നമ്മളെ ബുഷത്താത്ത ആ വീട്ടിലത്തെ സലിമാഷ വൈഫ് ബുഷത്താത്ത ചങ്ക നിക്കൂല. സ്റ്റിക്ക് മൊത്ത സാധനാണ് ഇതുമ്മ. അല്ലല്ല അപ്പൊ ആ വീട് കാണാൻ വന്നതാ, താഴത്തുണ്ട്. നമ്മളെ കണ്ടപ്പോ ഇങ്ങനെ വന്നതാണ്. ഇവിടെ നിന്നപ്പോ എന്തോ ഒരു വെളിച്ചല്ലേ, അവിടെ ആകുമ്പോ കാട്ടിലിങ്ങനെ വന്നിട്ട്. ഇവിടെ ആദ്യം അങ്ങനെ തന്നെയായിരുന്നു, അപ്പൊ അങ്ങനെ മുകളിൽ കയറിക്കുമ്പോ നല്ല രസല്ലേ. അല്ലോ ഒരു ഹായ് കൊടുത്തല്ലോ, ഹായ് കൊടുത്താ. അപ്പൊ നമുക്ക് വീട്ടില് അവിടെ താഴത്തെ നമ്മളെ വീട് കാണാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇറങ്ങി പോവാ, താത്താക്കിട്ട് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഇതാവില്ല ഷിജെ, എന്തെങ്കിലും കാലത്ത് മോളിക്ക് എടുക്കുമ്പോ ഇവിടെ ഒരു ബുദ്ധിമുട്ടാവും അല്ലേ. അതാരാ കാണുന്നില്ല അല്ലേ. അപ്പൊ കുറെ ആൾക്കാരെ കമന്റിലിട്ടായിരുന്നു അവിടെ. പിന്നീട് രണ്ടാമത് നമ്മൾ മോളിക്ക് ഒത്തിക്കുമ്പോ സിറ്റ് ഔട്ട് കിട്ടൂലെന്ന്. സിറ്റ് ഔട്ട് താത്തി ഭർത്താവുകൊണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ വലിയ ഇന്നത്തെ വിശേഷം. ഹലോ ഹായ് പറഞ്ഞ. ഹായ്, എൻ്റെ പേരെന്ന് പറഞ്ഞാ വീട്ടിൽ വിളിക്കുന്ന പേര് അല്ലു. അല്ലുവിന്റെ വീടാട്ടോ അത്. അല്ലുവിന്റെ വീട് അല്ല, നമ്മളെ വീട് കാണാൻ വന്നതാണ്. അപ്പൊ നമ്മളെ താത്ത താഴത്ത് കാത്തുണ്ട്, നമുക്ക് താഴത്തേക്ക് പോവാ അല്ലേ. ഇപ്പൊ നിർത്തലും ഇന്നത്തെ വിശേഷം താത്തായിട്ട് നമുക്ക് വർത്താനം പറയണോ. അപ്പൊ എന്നാ ഇന്നത്തെ നമ്മളെ ചെറിയൊരു വിശേഷം നിർത്താം കേട്ടോ. അപ്പൊ ഇനി നാളെ പുതിയ വിശേഷമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.